പ്രഭ ഇപ്പോഴും കരുതുന്നത് മീരയുടെ മരണത്തിന് ഉത്തരവാദി അവള് തന്നെയാണെന്നാണല്ലേ? അന്വേഷണം പൂർത്തിയായാലല്ലേ ഒക്കെ അറിയൂ. ഓ അത് നേരാ. അന്വേഷണം കഴിയട്ടെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു മരവിപ്പാ. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് തിരക്കാറില്ല. കൊന്നാളിനെ കുറിച്ചൊന്നും അറിയണം, ആ ഒരാഗ്രഹമുണ്ട്. എന്താ? പിന്നെ നന്ദൻ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. അവനാകെ വിഷമത്തില. മുറിയിൽ നിന്ന് തന്നെ അപൂർവമായിട്ടേ പുറത്തിറങ്ങാറുള്ളൂ. എനിക്കറിയാം സിദ്ധു നന്ദന്റെ വിഷമം. സിദ്ധു, പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. മീരയുടെ പേരിൽ ഞാനൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പോവാ. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ ആ ട്രസ്റ്റിന് കൈമാറാൻ തീരുമാനിച്ചു. ആ ട്രസ്റ്റിന്റെ ചെയർമാനും മറ്റെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാനും പോകുന്നത് നന്ദനായിരിക്കും. നിന്നെ ഏൽപ്പിക്കുക ഞാനെല്ലാം. അങ്കിളെ, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. വേണം മോനെ, വേണം. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമാവണം. എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കും ചന്ദ്രയ്ക്കും ഞങ്ങളുടെ മോളുടെ അടുത്തേക്ക് പോവാൻ. പക്ഷെ അതിനു മുൻപ് അവനെ കൂടി ഒന്ന് കാണണം. എന്റെ മീരയെ കൊന്നവനെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.